വാവയ്ക്ക് ഇപ്പം 4 മാസം ആകാനായി. ഈ 4 മാസത്തിൻ്റെ ഇടയ്ക്ക് വാവ ഇതുവരെ പുറത്ത് പോയിട്ടില്ല കേട്ടോ. പോവുകയാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലെ വീട് ഹോസ്പിറ്റൽ അങ്ങനെ മാറി മാറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ചേച്ചി, അമ്മ, അനിയേട്ടൻ, മോളൂസ്, കണ്ണൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓട്ടോയിൽ കാലിക്കറ്റ് സൂര്യ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു, ഓണക്കോടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങൾ തന്നെ പ്ലാൻ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനമൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ടിട്ട് വാവ മൊത്തം കിളിപോയ അവസ്ഥയിലാണ് കേട്ടോ. വാവേനെയും കൊണ്ട് കുറച്ച് ലോങ് ട്രിപ്പ് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ എടുത്ത് വെക്കണം, എന്താണ് സാഹചര്യം, എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് സമയവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയാണോ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാമ്പേഴ്സ്, ടിഷ്യൂ, വെറ്റ് വൈപ്പ്, ഒരു ഡ്രൈ ഷീറ്റ്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് പിന്നെ നമുക്ക് കുടയില്ലാതെ പറ്റില്ലല്ലോ, അപ്പോൾ അതും എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുളിക്കണം, ഭാവേനെ കുളിപ്പിക്കണം. അമ്മ രാവിലെ ഓൾറെഡി കുളിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഷോപ്പിൽ പോവുക, ഡ്രസ്സ് എടുക്കുക, തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാം, ഇത്രയും പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഓട്ടോയിലാണ്. അനിയേട്ടന് ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ എവിടെ പോവുകയാണെങ്കിലും ഓട്ടോയിലാണ് പോകാറുള്ളത്. ചേച്ചിയും ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം അങ്ങനെ പുറത്തൊന്നും പോകാറില്ല കേട്ടോ. അപ്പം അവളും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് പിന്നെ എന്നാൽ എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് പോവാം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. കുറച്ച് ഉള്ളിലോട്ടാണ്, എന്നാൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത്രയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ വാവേനെയും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും എന്ന് അറിയുമില്ല കേട്ടോ. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ബോയ്സിൻ്റെ ഷർട്ടാണ്. പക്ഷേ ഇത് നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കി വേറെ ഡ്രസ്സൊക്കെയാണ് എടുത്തത് കേട്ടോ. അമ്മയ്ക്കൊരു നൈറ്റ് എടുക്കണം എന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ചേച്ചിക്ക്, മോളൂസിന്, കണ്ണന്, അനിയാട്ടിന് എടുത്തിട്ടില്ല, ചേച്ചിക്കും എടുത്തിട്ടില്ല, ബാക്കി എല്ലാവർക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഓണക്കോടി എടുക്കാനുള്ളതും പിന്നെ സൺഡേയും കൂടെ ആയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഭയങ്കര ഒരു വിമ്മിഷ്ടവും ചൂടും ഒക്കെ തോന്നിയത് കൊണ്ട് തന്നെ ഞാനും ഭാവിയും പുറത്ത് തന്നെയായിരുന്നു കേട്ടോ കൂടുതലും. ഭാവിയും കുറേ കഴിഞ്ഞപ്പോൾ കരയാനൊക്കെ തുടങ്ങി. പിന്നെ അവിടെ ഫീഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭാവേനെയും കൊണ്ട് ഫീഡൊക്കെ ചെയ്ത് പിന്നെ ഈ ഇറങ്ങുന്ന സ്ഥലമില്ലേ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. തിരക്കുള്ളിടത്താണ് പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാലും വലിയ അലമ്പൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ആളൊക്കെ കാണുമ്പം പ്രശ്നമായിരിക്കുന്നു, കാരണം അങ്ങനെ ഇതുവരെ എല്ലാവരും കണ്ട് ശീലമൊന്നും ഇല്ലല്ലോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വഴിക്കൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പോഴത്തേലും ഭാവ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സാധനമൊക്കെ വാങ്ങി ബില്ലൊക്കെ എടുത്തു വന്നപ്പോഴത്തേലും നല്ല ലേറ്റായിട്ടോ. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ വേഗം വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേലും അനിയാട്ടിന് ഏതോ ഒരു ഷോപ്പിൽ പോയിട്ട് എന്തോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയാട്ടിന് അത് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആ സമയത്താണ് ഞങ്ങൾ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഈ പൂളപ്പൊരി ഉണ്ടാക്കുന്നതും ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന കടയില്ലേ, അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെച്ചെന്നാൽ പിന്നെ അവിടെ പോയിട്ട് നമുക്ക് ഫ്രഷ് ഐറ്റംസ് വാങ്ങാമെന്ന് വെച്ചിട്ട് ഞാനും മോളൂസോടെ പോയി വാങ്ങുന്നുണ്ട്. അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. വാവേനെയും കൊണ്ട് ഫസ്റ്റ് ടൈമായിട്ട് പുറത്ത് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.